പൂനെയിൽ പ്രതിശ്രുത വരനെ കൊലപ്പെടുത്തിയ മകൾ സിഐക്ക് വധശിക്ഷ നൽകാൻ മാതാപിതാക്കൾ ആവശ്യപ്പെടുന്നു. മകൾക്ക് മറ്റൊരാളുമായി ബന്ധമുള്ള കാര്യം അറിയില്ലായിരുന്നുവെന്നാണ് മാതാപിതാക്കൾ മൊഴി കൊടുത്തിരിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിനാണ് പോലീസ്. അക്ഷരാർത്ഥത്തിൽ പൂനെ ഞെട്ടിപ്പോയ ഒരു കൊലപാതകമാണിത്. കാമുകനും പ്രതിശ്രുത വധുവും ചേർന്ന് പ്രതിശ്രുത വരനെ കൊലപ്പെടുത്തിയതാണ് ഈ കേസ്. यह मामला सुन के मुझे इतना शौक लगा कि ये कैसे हो गया। दोनों परिवारों में केतन जी भी इतने अच्छे थे। अगर किसी का इसमें दोष हो तो उसे सख्त से सख्त सजा होनी चाहिए, चाहे उसमें मेरी बेटी भी हो। अगर मेरी बेटी का दोष निकले तो जहाँ से केतन जी को गिराया गया या जो गिरे हैं वहाँ से ही उस दोषी को गिराया जाए। और ना ही मुझे कुछ लगा कि मेरी बेटी प्यार नहीं करती या क्या है। वो दोनों बच्चे बहुत प्यार से बहुत अच्छे से रहते थे। ये फर्स्ट टाइम सुने आया कि वो ड्रिंक करती है या पार्टी जाती है। वो मेरी बेटी ने तो उनसे इतना लगाव और इतना प्रेम करते थे। नहीं, ये बात हमें कुछ भी मालूम नहीं था। अगर उसने केतन को बताई है तो केतन ने अपने पेरेंट्स को बताना चाहिए था। शायद मुझे नहीं पता है, पर हमारे तक ये कोई बात नहीं आई। മുംബൈയിലെ മാധ്യമങ്ങളൊക്കെ തന്നെ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ തന്നെ ഈ കൊലപാതകം ശ്രദ്ധിക്കപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, യഥാർത്ഥത്തിൽ ഈ അയാളെ കല്യാണം കഴിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഈ പ്രതിശ്രുത വരനെ കൊലപ്പെടുത്താൻ ഈ മകൾ തീരുമാനിച്ചത്? എന്താണ് അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ്. ഇതേക്കുറിച്ച് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതികളോട് പോലീസ് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ഈ നിമിഷം വരെ ഒരേ ഒരു നിലപാടിൽ പ്രതികൾ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഈ വിവാഹം മുടക്കിയാലോ അല്ലെങ്കിൽ കാമുകനൊപ്പം ഒളിച്ചോടിയാലോ സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന മാനക്കേട് താൻ ഭയന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു പോംവഴി താൻ തെരഞ്ഞെടുത്തത് എന്നതാണ് സിയ ഗോയൽ എന്ന പ്രതി പറയുന്നത്. ഈ കേതൻ അഗർവാൾ എന്ന തന്റെ പ്രതിശ്രുത വരനെ തള്ളിയിട്ട് കൊന്നതിന് ശേഷം അതൊരു അപകട മരണമായി കാൽ വഴുതി വീണു എന്ന തരത്തിൽ വരുത്തി തീർത്ത് കഴിഞ്ഞാൽ പിന്നീട് കേതൻ ജീവിതത്തിലില്ല. കാമുകനെ പിന്നീട് തനിക്ക് കല്യാണം കഴിക്കാൻ കഴിയും എന്നതായിരുന്നു അവർ ആലോചിച്ചിരുന്നത് എന്നതാണ് പോലീസിന് നൽകിയ മൊഴി. ഏതായാലും ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒടുവിൽ പോലീസിന് കിട്ടിയ ഒരു തെളിവ് ഈ കൊലപാതകം നടന്നതിന് തലേന്ന് പൂനെയിലെ ഒരു കഫേയിൽ ഇരുവരും എത്തിയ ദൃശ്യങ്ങളാണ്. അവിടെ ഇരുന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം സമയം ഇരുവരും സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. കാമുകനും സിയയും ഒരുമിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവസാനവട്ട പദ്ധതികൾ അവിടെ വെച്ച് തയ്യാറാക്കി എന്നതാണ് പോലീസ് പറയുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് ഈ കേസിൽ പ്രധാനം. കാരണം ഈ തള്ളിയിട്ടു എന്ന് പറയുമ്പോൾ പോലും അതിന് നേരിട്ട് ദൃക്സാക്ഷികളില്ല. മറ്റേതെങ്കിലും തരത്തിലുള്ള ദൃശ്യങ്ങൾ CCTV ദൃശ്യമോ മറ്റോ തെളിവായി ഈ ഘട്ടത്തിൽ ഇല്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കോടതിയിൽ ഇത് തെളിയിക്കണമെങ്കിൽ ശക്തമായ തെളിവുകൾ ആവശ്യമുണ്ട്. നിലവിൽ പോലീസ് പറയുന്നത് സാഹചര്യ തെളിവുകൾ അത്രമേൽ ശക്തമാണ് എന്നതാണ്. അതിനപ്പുറത്തേക്ക് തെളിവുകൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതിനായുള്ള ശ്രമത്തിലാണ് പോലീസ്. മൊബൈൽ ഫോണിലെയും മറ്റും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. 2000-ലേറെ തവണ കഴിഞ്ഞ 6-7 മാസത്തിനിടെ ഈ പ്രതികൾ തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അത് വാട്സപ്പ് കോളിന് പുറമെയാണ് ഈ തരത്തിൽ സംസാരം. അതും 3-4 മണിക്കൂറൊക്കെ നീണ്ട സംസാരം അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. അങ്ങനെ പ്രതികൾ ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയ്ക്കൊടുവിൽ ഒരു കൊലപാതകം നടക്കുന്നു. നേരത്തെ 2 തവണ കൊലപാതകത്തിന് ശ്രമിച്ചു. അത് 2 തവണയും പാളിപ്പോയി. അങ്ങനെ 3-ാം തവണയെ ശ്രമിച്ചപ്പോഴാണ് അത് വിജയിച്ചത്. ഇനി 3-ാം തവണയും പിഴച്ചാൽ 4-മതൊരു തവണ കൂടി മഹാബലേശ്വറിൽ എത്തിച്ച് ഇയാളെ കൊല്ലാൻ, കേതൻ അഗർവാളിനെ കൊല്ലാൻ ഇവർ പദ്ധതി ഇട്ടിരുന്നു എന്നതാണ് പറയുന്നത്. ഏതായാലും ഈ സിയ അഗർവാളിന്റെ കുടുംബത്തിന്റെ പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. സിയയുടെ മാതാവ് പൂജ ഗോയലാണ് ഇങ്ങനെ ഒരു പ്രതികരണം അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. അവർ പറയുന്നത് സിയ ഏതെങ്കിലും തരത്തിൽ ഈ ബന്ധത്തിൽ നിന്ന് പുറത്തു വരാൻ അല്ലെങ്കിൽ ഈ ബന്ധത്തിന് താല്പര്യമില്ല എന്ന രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ഒരു പെരുമാറ്റം ആ തരത്തിൽ ഉണ്ടായിട്ടില്ല. ഇരുവരും തമ്മിൽ നല്ല സ്നേഹമാണ് എന്നതാണ് ഞങ്ങൾക്കൊക്കെ തന്നെ മനസ്സിലായിട്ടുള്ളത്. ഈ നമുക്ക് മുന്നിൽ സമൂഹ മാധ്യമങ്ങളിൽ സിയ പങ്കുവച്ച ദൃശ്യങ്ങളടക്കം അവിടെയുണ്ട്. മാത്രമല്ല പ്രീ വെഡിംഗ് ഷൂട്ടിന്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലൊന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ സിയയ്ക്ക് ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി നമുക്ക് തോന്നുന്നില്ല. അത് തന്നെയാണ് കുടുംബവും പറയുന്നത്. അതുകൊണ്ട് കുടുംബത്തിന് നേരത്തെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുള്ളതായി ഒരു സംശയവും തോന്നിയിരുന്നില്ല. മാത്രമല്ല മകൾക്ക് കൊലക്കയർ തന്നെ നൽകണം എന്നതാണ് ഈ കുടുംബവും പറയുന്നത്. മകളാണ് തെറ്റ് ചെയ്തത് എങ്കിൽ അതിൽ യാതൊരു ദാക്ഷിണ്യവും വേണ്ട, മകൾക്ക് കൊലക്കയർ തന്നെ നൽകണം. അമ്മയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അതിൽ അമ്മ പറയുന്നത് എവിടെ നിന്നാണോ കേതൻ അഗർവാളിനെ തള്ളിയിട്ടത് അതേ കോട്ടയിൽ തന്നെ എത്തിച്ച് ഈ കൊലപാതകികളും അവിടെ നിന്ന് തള്ളിയിട്ട് തന്നെ കൊല്ലണം എന്നതാണ് പറയുന്നത്. കേതനെ യഥാർത്ഥത്തിൽ സ്വന്തം മകനായി അവർ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. മകളുടെ ഭർത്താവായി വരേണ്ട ആളാണ്. അവർ തമ്മിൽ ദീർഘനാളായി പരിചയമുള്ള കുടുംബമാണ്. കേതനെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ ഈ കുടുംബത്തിനുമുള്ളൂ. ഈ വിവരം അറിഞ്ഞതിന് ശേഷം ഈ സിയ ഗോയലിന്റെ പിതാവ് ഹൃദയാഘാതമുണ്ടായി പൂനെയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. ആശുപത്രിക്കുള്ളിൽ വെച്ചാണ് മാതാവിന്റെ ഈ ഒരു പ്രതികരണം നമ്മൾ കേൾക്കുന്നത്. SKN.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.